ഗൈസ് നാളെ എന്താണ് ഓണം. നാളെ ഓണമാണ് ഞങ്ങൾക്ക് കോളേജിൽ. അപ്പൊ ഓണത്തിന്റെ തലേന്ന് ഞങ്ങൾക്ക് എന്താ പരിപാടി? കാണിക്കാൻ പറ്റിയ കോലല്ല. ഓണത്തിന്റെ തലേന്ന് എന്തിനാ പോകുന്നത്? എവിടെ റേസിംഗ് ചെയ്യുന്നത്? ഓണല്ലേ? അപ്പൊ ഞങ്ങള് റേസിംഗ് ചെയ്യാൻ വേണ്ടി വന്നാണ്. അപ്പൊ ഇത് മോയ്സ്ചറൈസർ മുടിയൊന്ന് മാറ്റി പോകുന്ന വന്ന് സ്റ്റൈലിന് വേണ്ടി അവള് മൂടിട്ടതാ. പിന്നെ ഞങ്ങളെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നിങ്ങൾ ആരും നോക്കണ്ട. അത് ഈ മാനസപ്പണ്ട് വന്നുള്ളൂ. നല്ലേരി മാനസ് എങ്ങനെയാണ് പാട്ടുണ്ട് കണ്ണേ കുളിക്കാണ്. അപ്പൊ ഓളെ ബാത്റൂം സിംഗിങ് നിങ്ങൾക്ക് കേൾക്കാം. പിന്നെ ഓണം എങ്ങനെ ഉണ്ടാവും പറ മാനസ് സംസാരിക്കും. ഓണം നാളെയാണ്. കോളേജിലെ ഓണപരിപാടിനെ പറ്റി പ്രതീക്ഷ ഉണ്ടോ? പ്രതീക്ഷ ഉണ്ട്. പ്രതീക്ഷയേ ഉള്ളൂ. അതെ. ക്യാമറ ഓണാക്കി ഉണ്ടാ മിണ്ടരുത് കുറച്ചു നേരം. തൊള്ള പൂട്ടണം. മുറിഞ്ഞു പോയാലോ? അയ്യോ നാളെ എല്ലാരും ചെത്തൂല. അപ്പൊ മാനസന്റെ കോസ്റ്റ്യൂമുകൾ നാളെ കാണാൻ നാളത്തെ വ്ളോഗിൽ കാണാം. പറയണില്ല നാളെ ഞാൻ ട്രഡീഷണൽ അല്ലടി. ഇന്ന് തലേന്നത്തെ വ്ളോഗാ. ഈ എന്ത് സുന്ദരി. അതെ അതെ. ഓള് മേലെ നിന്നിട്ട് ഓള് സാരി ഉടുത്ത് പഠിക്കാണ് കാര്യം. ഇതൊക്കെയാണ് ഇവിടെ ഓണത്തലേന്ന് പരിപാടികൾ. ട്രീ നന്ദി ഇങ്ങോട്ട് നോക്ക്. ഓള് ചത്തുണ്ട്. ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞ ഓള് ചത്തിട്ടുണ്ട്. ശിഖലയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും സ്റ്റൈലിസ്റ്റ്. ശിഖലയാണ് എല്ലാവർക്കും സാരി ഉടുപ്പിച്ചു കൊടുക്കുന്നത്. അനുട്ര അവിടെ കഷ്ടപ്പെടുന്നു. ഒരുത്തി ഇവിടെ ചത്ത് കിടന്ന് ഉറങ്ങാനായിട്ടുണ്ട്. രാവിലെ വീട്ടിൽ നിന്ന് റൂമിന്റെ കോലപ്പാരും നോക്കരുത്. കാരണം എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ വന്നതും പോണതിൻ്റെ ഒക്കെ തിരക്കിലാണ് ഗൈസ്. അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കണം. പിന്നെ ഇവിടെ ഏറ്റവും ടാലന്റ് ഉള്ള ആള് ഞാനായതുകൊണ്ട് ഞാൻ മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ വെയിറ്റ് ചെയ്യണം. ഗൈസ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ രാവിലെ 3 മണിക്ക് എണീറ്റ് പോകുന്നതാണ്. എനിക്ക് ഉറക്കം. എന്നിട്ട് ഈ കുട്ടി പാടാൻ പറഞ്ഞപ്പോ ഞാൻ പാടി. അതാണ് കമ്പനി പാടിയോട്. നീല നീല മിഴിയേ നീള നീള മൊഴിയേ ഒളിയം വിളിയരുതേ ഇനി എൻ്റെ ജന്മ സഖിയേ നീല നീല മിഴിയേ നീള നീള ഗുഡ് നൈറ്റ്. ഗൈസ് കണ്ണകിക്ക് റിസു എന്നെ കാണിക്കൂല. ടെൻഷൻ ആവണ്ട. കണ്ണകിക്ക് റിസു സാരി ഉടുപ്പിച്ച് കൊടുക്കാൻ. റിസു മാത്രം ഫേക്ക് ഫ്രണ്ട് ആയതുകൊണ്ട് അവൾ രാവിലെ തന്നെ സാരി ഉടുക്കൽ കഴിഞ്ഞു. കറങ്ങ് അതും പിടിച്ച് കറങ്ങ്. കണ്ണകി ഇവിടെ സെറ്റും കൊണ്ട് കൊടുക്കുകയാണ്. ഞാൻ മാത്രം ഇവിടെ പാവാടയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പാവാടയും ലിപ്സ്റ്റിക്കിന്റെ മേക്കപ്പ് കഴിഞ്ഞ് ഇനി സാരി ഉടുക്കലുണ്ട് ബാക്കി. ഹലോ ഗൈസ്, മേക്കപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ബാക്കിയുള്ള എന്തെന്നെ മുടി. ഇനി എനിക്ക് സാരി ഉടുക്കാനുണ്ട്. ഇനി കണ്ണകിന്റെ കഴിയണം, അല്ലെങ്കിൽ ശിഖല വരണം. മൈലാഞ്ചി കാണിച്ചു കൊടുക്ക്. ഞാൻ ഇട്ടേ എന്താ കളറാവാൻ നല്ല കൈ ആയതുകൊണ്ട് കളർ പെട്ടെന്നാവും. ഇനി ഇന്നാണ് ഫസ്റ്റ് ഡേ, നാളെയാണ് സെക്കൻഡ് ഡേ. ഫസ്റ്റ് ഡേത്തെ വീഡിയോ ഇതിപ്പോ ഞാൻ തലേന്നത്തെ വീഡിയോ ആയിട്ട് ഇടാൻ പോണത്. ഫസ്റ്റ് ഡേത്തെ വീഡിയോ ഒന്നുമില്ല. ഞങ്ങളുടെ ഓണം ഗെറ്റ് റെഡി വിത്ത് അസ് കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ കോളേജിലേക്ക് പോവാണ്. ഞങ്ങൾക്ക് പരിപാടി 9:30 തുടങ്ങും. ഇപ്പം സമയം 10 മണി. ഞാൻ കോളേജിലോട്ട് പോട്ടെ. ഇനി ഫുഡ് കഴിക്കണം, എന്നിട്ട് വേണം കയറാം. ഫുഡ് കഴിച്ചിട്ടില്ല. ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം കയറാം. അല്ലെങ്കിലും ഒരു സ്ഥലത്തും നേരത്തെ പോയി ഞങ്ങൾക്ക് ശീലമില്ല. ഞങ്ങൾക്ക് ഇതാണ് ശീലം. ഞങ്ങൾ കോളേജിൽ പോയിട്ട് കോളേജ് വിശേഷങ്ങൾ കാണിച്ചിട്ട് അവിടെ പരിപാടി തുടങ്ങിയെന്നാ തോന്നുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. പോയി നോക്കാം. ഓരോക്കെ പോയിണ്ടാവില്ലേ ഞങ്ങളുടെ കേട്ടോ. എല്ലാവരും ഓണ പരിപാടിയിലാണ് ഗായ്സ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങനെ വീഡിയോ എടുക്കുകയും കയറില്ല, പക്ഷെ ഞാൻ എടുക്കും.
ദോശയും കടലക്കറിയും കഴിക്കുകയാണ്. കൂടെ എടുക്കുന്നുണ്ട് ഗൈസ്. ഇപ്പം ബോയ്സിന്റെ മ്യൂസിക്കൽ ചെയർ കഴിഞ്ഞ് ഇനി ഗേൾസിന്റെ മ്യൂസിക്കൽ ചെയർ ആണ് ബാക്കി. ഞങ്ങളുടെ പെൺപടേന്ന് ആരെ പോണത്? ആദിത്യ. പിങ്ക് ജയിക്കും. ഓക്കെ, റെഡ്. നീ ആര് ജയിക്കും പറ. ശരി, ഏതാ? കുങ്കുമോ? ശരി, കുങ്കുമം ജയിക്കും. ഞാൻ പറഞ്ഞു. നീ ആര് ജയിക്കും പറയണോ? റെഡോ? കുങ്കുമം. സ്ലീവ്ലെസ് അതാണല്ലേ? ഓക്കെ, വൈറ്റ് വേഴ്സസ് കുങ്കുമം. ആര് ജയിക്കും? വൈറ്റ്. ആര് ജയിക്കും? റെഡ്. കുങ്കുമം. കുങ്കുമം ജയിക്കും. വെള്ള ജയിക്കും. കണ്ണകി ആര് ജയിക്കും? സ്ലീവ്ലെസ്. കുങ്കുമം ജയിക്കോ വെള്ള ജയിക്കോ നോക്കാം. അതെ, കുങ്കുമം. മാറിട്ട് വരണു. ഗൈസ്, ഫാരിദിന്റെ ക്രഷിനെ ഞാൻ കാണിച്ചു തരാം. ഫാരിദിന്റെ ക്രഷിനെ ഞാൻ കാണിച്ചു തരാം. അടുത്തതായിട്ട് ഞങ്ങളുടെ സാറുമാരുടെ ഇതാണ് എന്ത് മ്യൂസിക്കൽ ചെയർ കോമ്പറ്റീഷൻ ആണ്. ഞങ്ങളെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഇംഗ്ലീഷ് മിസ് മിസ്സാണോ സാറാണോ? സാറ് സൂപ്പർ. ഇവൻ അയ്യേ ഗൈസ്, ഞങ്ങളുടെ ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞു അല്ലേ? എങ്ങനെയുണ്ട് ഇതുവരെ? സംസാരിക്കും. ഹാപ്പി ഓണം. ഓണാശംസകൾ. പറ ഹാപ്പി ഓണം. പിന്നെയോ എന്താ ഇതിനെ പറ്റി എന്താ പറയാനുള്ളത്? വളരെ നല്ല അഭിപ്രായം. ഇതിനെ പറ്റി എന്താ പറയാനുള്ളത്? യൂത്തിന്റെ പൾസ് അറിയാൻ യൂത്തിന്റെ പൾസ് കുറെ പടക്കം പൊട്ടിക്കുക. സൗണ്ട് പൊല്യൂഷൻ ഇതാണ് യൂത്തിന്റെ പൾസ്. ഡിഗ്രി കഴിയുമ്പോഴേക്കും ബലൂൺ പൊട്ടിക്കാൻ പോകണ്ട വിളിക്കണേ. ബലൂൺ പൊട്ടിക്കലല്ല, ഫത്താഹിന് ശരിക്കും എടുത്തോ പിടിച്ചോന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ ഫത്താഹിന് അവന്റെ പേരാരെ വെട്ടി. എടുത്തോ പിടിച്ചോന്ന് അവന്റെ പേര് വെട്ടി. ശരിക്കും എടുത്തോ പറഞ്ഞോന്നായിരുന്നു. ഞങ്ങളത് എടുത്തോ പിടിച്ചോന്നാക്കി. ഫത്താഹിന്റെ പരിപാടി ആയതുകൊണ്ട് അങ്ങനെ ആയിരിക്കും. ഫത്താഹിന്റെ വണ്ടി വർക്ക്ഷോപ്പിലാണ്. ഫത്താഹ് തൊടുപുഴ ഭർത്താവ് എങ്ങനെ സംസാരിക്കുമ്പോ ഒരു 5000 ആക്ഷൻ ആയിരിക്കും കഴിയുണ്ട്. എന്നാലും പറയാം എന്റെ വണ്ടി വർക്ക്ഷോപ്പിലാണ്. അപ്പൊ അതൊക്കെയാണ് കോളേജ് വിശേഷങ്ങൾ. ഇപ്പം ബലൂൺ ബാലൻസിങ് ഉണ്ട് ഫാരിദിന്റെ അകയില്ലേ, അതിനാണ് ഞങ്ങളിപ്പോ പോണത്. അത് കഴിഞ്ഞിട്ട് 2 മണിക്ക് ഞങ്ങളുടെ ഡാൻസ് ഉണ്ട്. ഞങ്ങളുടെ ഡാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 3 മണിക്ക് ശേഷം ഇവരുടെ പട്ടം പണിയുണ്ട്. അതൊക്കെയാണ് കുറെ പരിപാടികളുണ്ട്. അതൊക്കെയാണ് ഇപ്പൊ ഇന്നത്തെ വിശേഷം. അജ്മോൻ ഫിലിപ്പ് പാട്ടിന് പേരെടുത്തിട്ട് വൃത്തിയായിട്ട് പാട്ട് പഠിച്ചിരുന്നു പറഞ്ഞു. ഡാൻസ് ഇന്നലെ ഡാൻസിന് ഇറങ്ങിപ്പോ ഒരു അഹങ്കാരം നോക്ക്. എന്നിട്ട് ഇന്ന് പാട്ടിന് പേരെടുത്തിട്ട് പാട്ടിന് പോകാൻ പങ്കെടുത്തിട്ടില്ല. അതൊക്കെയാണ് ബലൂൺ ബാലൻസിങ് തുടങ്ങി. എന്താ പരിപാടി? തലയ്ക്ക് ബാലൻസ് ഇല്ലാത്ത 2 യുവാക്കൾ ബലൂൺ ബാലൻസ് ചെയ്യാൻ പോകുന്നു. ജയിക്കില്ലേ?
ട്രൗസർ കണ്ടു ജയിക്കും ഉറപ്പ് 100% മനസ്സിലാവും ജയിക്കും. ആ കണ്ടില്ലേ ഞാൻ പറഞ്ഞേ ഇതാണ് ഞങ്ങളുടെ കോളേജിലെ പൂക്കൾ. അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെ അടിപൊളിയായില്ലേ അല്ലേ? അപ്പൊ ഞങ്ങളുടെ ആരുടെയൊക്കെ കഷ്ടപ്പാടാണ്. പ്രകമ്പനം 2025. ഇതുവരെ ബലൂൺ ബാലൻസ് കഴിഞ്ഞു, തോറ്റു. പിന്നെന്താ ലെമൺ സ്പൂൺ കഴിഞ്ഞു, തോറ്റു. അടുത്ത വൈബ് പരിപാടി ഞങ്ങളുടെയാണ്. അത് ഇനി ഉച്ച കഴിഞ്ഞിട്ടാണ്. ബലൂൺ ബാലൻസിങ് ബോയ്സിനെ പൊട്ടി, ബലൂൺ ബാലൻസിങ് ഗേൾസിന് ഫസ്റ്റ്. നാടൻ തൊട്ട് പൊട്ടി. ഊത്തിൽ ഫസ്റ്റ് അടിച്ചോ? ഊത്തിൽ നൂബിലൊക്കെ ഫസ്റ്റ് കിട്ടി. താങ്ക് യു, രക്ഷപ്പെടുത്തിയ താങ്ക് യു. ഇനി ഉച്ചയ്ക്ക് ശേഷമാണ് വൈബ് പരിപാടി വരുന്നത്. ഞങ്ങളുടെ ഡാൻസ്. നിങ്ങൾ വേറെ കാര്യം അറിയണം, ഇത്ര നേരം ഇവിടെ ശബ്ദപ്പെടുത്തിയായിരുന്നു. ക്യാമറ കണ്ടപ്പോൾ ഒന്ന് വന്നതാണ് കേട്ടോ. എനിക്ക് ഭയ ഗൈസ്. പക്ഷെ ക്യാമറ കണ്ടപ്പോൾ പിന്നെ അജു ഇവിടെ ഏതോ അനീഷായിട്ട് മെസ്സേജ്. അജുവിന്റെ ബിസി ലൈഫ് എന്താ ചെയ്യാം. മാനസ ബാക്കിൽ സോൺ ഔട്ട് ആയിരിക്കുന്നുണ്ട്. വേറെ എവിടെയാണ്. ഇവിടെ എല്ലാവരും ഓരോ പണിയിലാണ്. ഫോട്ടോ ഇടുക, സ്റ്റോറി ഇടുക, അങ്ങനെ ഇങ്ങനെ. ബാക്കി ഉച്ച കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഗൈസ്. ഇനി ഞങ്ങൾക്ക് മാമുണ്ണാൻ പോകണം. ഊഞ്ഞാലാടണം. അതിലാണ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഊഞ്ഞാലാടാണ്ട് ബൈ. കണ്ടോ ഇപ്പൊ എന്താണ് ഇപ്പൊ നമ്മൾ വടം വലിക്കാൻ പോവുകയാണ്. പിന്നെ എന്നാ വടം വലിക്കാൻ വടംവലി കോമ്പറ്റീഷൻ ആണ്. പക്ഷെ ഒരു തേങ്ങ കാണാനില്ല. ഞങ്ങളുടെ ടീമിന്റെ വടംവലിയാണ്. ഇത് ലൂസേഴ്സ് ഫൈനലാണ്. മൂന്നാമത് ആരാവും എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ലൂസേഴ്സ് ഫൈനൽ. പത്താവിടുന്ന് ഓവർ എക്സ്പ്രഷൻ ഇടുന്നുണ്ട്. അതുകൊണ്ട് ഗെറ്റ് റെഡി വിത്ത് പത്താവ്. അതാ കീറിയ നിക്കർ മാറ്റിയിരിക്കണു ഗായ്സ്. ഒന്ന് പറയുന്നുണ്ടോ അത്? ഇന്നത്തെ പരിപാടി ഇവിടെ പങ്കെടുത്ത എല്ലാവരും, പ്രത്യേകിച്ച് വടംവലി ടീമിനും ഉണ്ടേ ക്ലാസിന്റെയും എല്ലാവിധ അഭിനന്ദനങ്ങളും അഭ്യർത്ഥിച്ച് എല്ലാം യാത്രയിലാട്ടോ. നാളെ കാണും. ആരൊക്കെ നാളെ പറയാൻ വേണ്ടി